ആപത്ത് കൃത്യസമയത്ത് ഞാൻ കണ്ടത് എൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെമ്പകമംഗലത്തിന് പുറത്ത്, വഴികൾക്കകത്ത്. അമ്മ ഇങ്ങനെ വിഷമിക്കാതമ്മേ. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ എനിക്ക് ആരും ഇല്ലണ്ടാവൂ. ഞാനല്ലേ ആരുമില്ലാത്തവള്. വലിയേട്ടന്റെ മകളല്ലേന്ന് കരുതി എല്ലാരും അവളെ സ്നേഹിച്ചു. അവളെ ചതിച്ചു. അവള് നമ്മളെ ചതിക്കുമെന്നൊരു തോന്നല് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതാ. ഞാനത് തുറന്നു പറഞ്ഞ ഇവിടെ ആര് വിശ്വസിക്കാന്? എന്തായാലും ചെമ്പകമംഗലത്തുള്ള എല്ലാവർക്കും ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നിർത്തിയിരുന്നെങ്കിൽ അവൾ ഇനിയും നമ്മളെ ചതിച്ച് എല്ലാവരും ഇല്ലാതാക്കിയേനെ. ഇനി അസത്ത് മീനാക്ഷിയെ ഇങ്ങോട്ട് അടുപ്പിക്കരുത്. അവള് കത്തിച്ചു കളയും നമ്മളെ. അവളവിടെ അവളുടെ വല്യമ്മയോടൊപ്പം സുഖമായിട്ട് ജീവിക്കുക. ശ്രീകരം. എന്നാലും എന്റെ കൈമളേട്ടൻ ഇപ്പൊ എവിടെയാണോ എന്തോ. അച്ഛൻ ഇങ്ങ് വരൂ അമ്മേ. 3-4 അമ്പലങ്ങളിൽ കയറിയ ശേഷം അച്ഛൻ ഇങ്ങ് വരും. അച്ഛന് അമ്മയും നമ്മളെ ഒന്നും പിരിഞ്ഞു ജീവിക്കാനാവില്ല. എന്താ എന്താ നന്ദിനി, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അത് ചില കാര്യങ്ങളുണ്ട് ഗിരി. ഗിരിയുടെ സഹായം എനിക്ക് വേണം. എന്ത് സഹായം നന്ദിനി? എന്താ പ്രശ്നം? പ്രശ്നമുണ്ട് ഗിരി. മീനാക്ഷിയുടെ കാര്യം. നന്ദിനി പറയ്. നന്ദിനി ധൈര്യമായിട്ടിരിക്കെ. ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വിഷമിക്കാതെ, ഞാൻ ഏറ്റു. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തു കടക്കണം. എന്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തല്ലേ ഭഗവാനെ.